കപ്പിൾസ് എപ്പോഴും റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങുമ്പം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം കുറേ വർഷങ്ങൾ കല്യാണം കഴിച്ചവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭാര്യയും ഭർത്താവ് പോകുന്നു, ഭാര്യ പുറകെ പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ ആദ്യം പോയി മറ്റേ പോകുന്നു. രണ്ടുപേരും തമ്മിൽ മണിക്കൂറുകളിരുന്നാൽ പോലും സംസാരിക്കണമൊന്നും കാണില്ല. ഒന്നിൽ ഫോണിലിരിക്കും, അല്ലെങ്കിൽ ചിലർ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇവർ തമ്മിൽ സംസാരിക്കാറില്ല എന്ന് നമുക്ക് ഇവഞ്ച്വലി കാണാൻ പറ്റും. പക്ഷേ ഈ പാറ്റേൺ നമ്മളൊന്ന് വളരെ അടുത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന് എന്ന് പറയുന്നത് കുറേ കഴിഞ്ഞപ്പം ആദ്യം സംസാരിച്ച പോലത്തെ ത്രില്ല് പോയി, പുതിയതായിട്ടൊന്നും ഇനി സംസാരിക്കാനില്ല, ഞാൻ കുറച്ചുകൂടെ എൻ്റെ ലോകത്തിലേക്ക് ചുരുങ്ങാമെന്ന് ആൾക്കാർ ചിന്തിക്കും. അതല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് സ്മൂത്തായിട്ട് പറയാൻ ഈ വ്യക്തി സേഫ് അല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് സേഫ് അല്ല എന്നൊരു ഫീലിങ്ങിലേക്ക് വന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒന്നിൽ ആളെന്നെ ജഡ്ജ് ചെയ്യും, അതല്ലെങ്കിൽ ആളുടെ മൂഡ് കംപ്ലീറ്റ്ലി മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. ഇൻഫാക്ട് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കും. അവസാനം മുമ്പോട്ട് നീങ്ങുമ്പോൾ പിന്നെ ഒന്നും പറയാത്തൊരവസ്ഥയിലേക്ക് ആ റിലേഷൻഷിപ്പ് പലപ്പോഴും നീങ്ങാറുണ്ട്. ഒരു മൊണോട്ടണസ് ലെവലിലേക്ക് നീങ്ങും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, റിലേഷൻഷിപ്പിൻ്റെ നേച്ചറേ അങ്ങനെയാണ്. നമ്മൾ ആദ്യകാലത്തെ പോലെ എന്നും ഒരുപോലെ പൈങ്കിളി പോലെ സംസാരിക്കണം എന്നില്ല. ഇവഞ്ച്വലി നമ്മൾ മാറും, റിലേഷൻഷിപ്പ് മാറും. പക്ഷേ അത് സ്മൂത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരും തീരുമാനിച്ചാൽ, രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കിയാൽ, രണ്ടുപേരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കും.